ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞ ഒരു ദിവസം കൊട്ടാരത്തിലും ഒരു ദിവസം കുടിലിലും. അങ്ങനെയല്ല, ഒരു ദിവസം ആ കൊട്ടാരത്തിലും ഒരു ദിവസം ഈ സ്വർഗത്തിലും. ഇപ്പോഴത്തെ കാര്യം പറ. വളരെ മര്യാദയ്ക്കൊക്കെ മുന്നോട്ട് പോയാ നിനക്ക് തന്നെ കൊള്ളാം. ഞാൻ നിനക്ക് വേണ്ടി മാത്രമാ ജീവിക്കുന്നെ. നിന്റെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കണം. അതാ ഇപ്പൊ എന്റെ ലക്ഷ്യം. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. എന്താമേ? എന്റെ മകന്റെ ഭാവിക്കും അവന്റെ എല്ലാവിധ ഉന്നമനത്തിനും വേണ്ടി ഞാനൊരു കൊലപാതകം നടത്താൻ തീരുമാനിച്ചു. കൊലപാതകോ? അതെ. ആരെ ആരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നേ? ആരെയാവും? നീയൊന്ന് പറ. വല്യമാനാണോ? പത്മയോ? അല്ലടാ. രാജുവിനെ? ഒരിക്കലുമല്ല. പിന്നെ ആ ഋതികയാണോ? യെസ്. അവളെ ഞാൻ കൊല്ലും. അമ്മേ, ഞാൻ ബോംബെന്ന് ആളെ വരുത്തി ഒരു കൊട്ടേഷനിലൂടെ അവളെ തട്ടാം. നീ അതിലോ അത്തരത്തിലുള്ള ഒരു കോൺസ്പിറൻസിയിലോ ചെന്ന് പെട്ടുപോകരുത്. അവളെ കാലപുരിക്ക് അയക്കുന്നതേ ഞാനായിരിക്കും, ഈ അംബികാവർമ്മ. അവളെ തീർത്താലേ എനിക്ക് ആത്മശാന്തി കിട്ടൂ. അതുകൊണ്ടാ. എന്റെ അച്ഛമ്മയുടെ ഭജനയൊക്കെ തീർന്നു അമ്മാമ്മേ. തീരാനോ? മോളുടെ അച്ഛമ്മേന് തീർത്ഥാടനത്തിനൊക്കെ പോയി വരും. അതിനുശേഷം ഈ വ്രതമൊക്കെ തീരൂ. അച്ഛമ്മ എവിടേക്കാ പോകുന്നേ? എന്റെ പൊന്നു മോളെ, നിന്റെ അച്ഛമ്മ ഒരിടത്തും പോവാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു തരം ഉടായിപ്പാ. എന്നാലും എന്റെ ദൈവമേ, എന്റെ ഈ തള്ള കൂടുതൽ നാളും കണ്ട നാട്ടിലൊക്കെ അടിച്ചടിക്ക് പോയത് എന്റെ ഭാഗ്യം. അതെന്താ ചെയ്യാ? എവരെന്നെ വളർത്തിരുന്നെങ്കിലേ ഞാൻ വല്ല കായങ്ങളെ കൊച്ചുണ്ടിയാണ് മാറിപ്പോയത്. കായങ്ങളും കൊച്ചുണ്ണി വളരെ നല്ല മനുഷ്യന്നാ ചരിത്രം പറയണത്. കട്ടതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ നിന്റെ അമ്മ കൊച്ചമ്മണി അങ്ങനെയൊന്നുമല്ല. അല്ല, അവര് വളർത്തിയില്ലെങ്കിലും കുറച്ചൊക്കെ സ്വഭാവം നിനക്ക് അവരുടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ നല്ല ടെൻസിലാണേ. അതിന് നിന്നെ കുറ്റമൊന്നും പറഞ്ഞില്ലടാവേ. കുറുക്കന്റെ കുറുക്കിയുടെ മക്കള് മൊയിലുകളാവോടാ. അതുപോലെ കൊച്ചമ്മണിയുടെ ലേശം തരികടകള് നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ വേണോട്ട് അങ്ങനെ പറയുന്നേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവനിപ്പോ നല്ലവനാവാൻ ശ്രമിക്കുന്നില്ലേ? വേണ്ടേ, അമ്മ പറയുന്നത് കേക്ക്. ഇതൊക്കെയാണ് സാക്ഷാൽ അമ്മായി അമ്മ. എന്റെ കുഞ്ഞിനെങ്ങാനും അവളുടെ അച്ഛമ്മയുടെ സ്വഭാവം ഉണ്ടാവോ? ഉണ്ടായ ഞാൻ വല്ല ദുർഗുണ പരിഹാര പാഠശാല കൊണ്ടുപോയി പഠിപ്പിക്കും. കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട് അത് CBSE സ്കൂളൊന്നുമില്ല, പിള്ളേർക്കുള്ള ജയിലാണ്, ജയില്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല മോളെ. എന്റെ പൊന്നു മോളെ വലിയ സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കണം. ഞാനോ ലോക അലവലാതിയായി പോയി. എന്റെ മോളെ എനിക്ക് കളക്ടറാക്കണം. ഞാൻ വഴിയെ പോകുമ്പോ എന്റെ കൂട്ടുകാരായ കീരി രതീഷും ആ പക്കാവട ബിജുവും ഒക്കെ ദേ കളക്ടർ അച്ഛൻ പോണു, ദേ കളക്ടർ അച്ഛൻ പോണു എന്ത് പറയണം? കളക്ടറോ? അതെ. മനോജവം മാരുതതുല്യവേഗം പാദാത്മജം വാനരയുദ്ധം മുഖ്യം ശ്രീരാമദൂതം കളക്ടറുടെ അച്ഛമ്മ. എന്റെ മോള് കളക്ടറായ എവരെ പിടിച്ച് അകത്തിടാൻ ഞാൻ ഓർഡർ അടിക്കും.
ഓം എന്താ ഭക്തവത്സലകളെ, ദേവീ ചൈതന്യമുള്ള നമ്മെ പരിഹസിക്കുകയാണോ? ചണ്ഡ കൊണ്ട വണ്ഡ ചണ്ഡം. ഈ വേലയൊക്കെ ഇവരും പഠിച്ചോ? എന്നാ പിന്നെ ഒരു ആശ്രമം പോലെ കെട്ടി നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിക്കൂടെ? കളിയാക്കുന്നവരുടെ അനുഭവം അറിയാത്തത് കൊണ്ടാ വേണുവാശാൻ ഈ കിടന്ന് പൊളയുന്നത്. രാജു ഋതുമോളും വരുന്നുണ്ട്. ഋതുമോളുടെ മുഖം കണ്ടാ അറിയാം എന്തോ സന്തോഷമുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന്. വ്രതം ലംഘിച്ചോ? ഒന്നും ഉണ്ടായിരിക്കല്ലേ, ഇവിടെ കുടുംബത്തിലുള്ളവർ സംസാരിക്കുമ്പോ വലിഞ്ഞു കയറി വന്നവരോട് ഇടപെടലൊന്നും വേണ്ട. ആരടാ വലിഞ്ഞു കയറി വന്നത്? ആരടാ? ഒന്ന് ചുമ്മാതിരിക്കെന്റെ അമ്മ. ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിക്കല്ലേ. എന്തിനാ മോളെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ സാറ് പറഞ്ഞത്? അച്ഛാ, സന്തോഷമുള്ള കാര്യം തന്നെയാ. ഋതു പറയും. സന്തോഷമുള്ള കാര്യോ? അതെന്ത് കാര്യം? പറയും മോളെ. അച്ഛനെന്നെ എപ്പോഴും കാണണമെന്ന്. അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിന്നാ അടുത്ത ദിവസം അവിടെ നിക്കണമെന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞു. അതല്ലേ മര്യാദ. ഒരു ദിവസം മക്കളായ നിങ്ങള് മാതാപിതാക്കളായ ഞങ്ങൾക്ക്, അടുത്ത ദിവസം നിങ്ങളെ അച്ഛനായ വർമ്മ സാറിനും. സത്യം പറഞ്ഞ ഒരു ദിവസം കൊട്ടാരത്തിലും ഒരു ദിവസം കുടിലിലും. അങ്ങനെയല്ല, ഒരു ദിവസം ആ കൊട്ടാരത്തിലും ഒരു ദിവസം ഈ സ്വർഗത്തിലും. മോളെ കേട്ടില്ലേ മോള് പറഞ്ഞത്? ഈ വീടൊരു സ്വർഗമാണെന്ന്. എനിക്ക് അസൂയ വരുന്നുണ്ട്. ഈ വീടൊരു സ്വർഗമൊക്കെ തന്നെയാ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സ്വർഗത്തിലൊരു പിശാചുണ്ട്. പേര് ഞാൻ പറയില്ല, ആളെ വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. ആ പിശാചാണ് ഇത്. കടമാൻ പോത്തെ.